ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മിനിയൺ പെൻ ഹോൾഡർ സെറ്റ് ചെയ്തെടുത്താലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ഹൈറ്റിലാണോ പെൻ ഹോൾഡർ വേണ്ടത് ആ ഒരു ഹൈറ്റിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം അത് ഒന്ന് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യെല്ലോ പേപ്പർ എടുക്കുകയാണ്. യെല്ലോ പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷൻ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ബ്ലൂ കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി 3 സ്ട്രിപ്സ് വേണം, പേപ്പർ സ്ട്രിപ്സ് വേണം. 2 ബ്ലൂ, 1 ബ്ലാക്കും. നമ്മൾ പേപ്പർ പീസ് എടുത്തിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് പോലെ താഴത്തെ സെക്ഷനിൽ ഒരു ബ്ലൂ ഒട്ടിക്കുക. പിന്നെ നേരത്തെ ഒട്ടിച്ച ബ്ലൂ കളർ പീസിൻ്റെ മേലെ സെക്ഷനിലൊരു ബ്ലൂ കളർ സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ അതിന് കുറച്ച് മുകളിലായിട്ട് ഒരു ബ്ലാക്ക് കളറും ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഐസ് ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് ഈ ബ്ലാക്ക് കളർ സ്ട്രിപ്പിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു ബ്ലാക്കിങ് എടുത്തിട്ട് ഈ ബ്ലൂ പേപ്പറിൻ്റെ സൈഡിലൊക്കെ ഡാഷ്ഡ് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ മേലത്തെ സെക്ഷനിൽ ഒരു ബ്ലാക്ക് കളർ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയേ, നമ്മുടെ മിനിയൻ്റെ പെൻ ഹോൾഡർ ഏകദേശം സെറ്റായിട്ടുണ്ട്. പെന്നൊക്കെ ഇട്ട് നോക്കാം, അടിപൊളിയാണ് കാണാൻ. അപ്പോൾ എന്തോ ഒന്ന് ഫിനിഷ് ഇല്ലാത്തത് പോലുണ്ട്. നമുക്ക് 2 ഹാൻഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ യെല്ലോ പേപ്പർ കട്ട് ചെയ്തിട്ട് ഞാൻ 2 സെക്ഷനിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻഡിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള സർക്കിൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, സ്റ്റഡി ടേബിളിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള പെൻ ഹോൾഡർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.